ഹലോ ഗൈസ്, ഞാൻ ഇന്ന് വീട്ടിലെ മുറ്റത്തൊക്കെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വന്നിട്ട് ഭയങ്കര വെയില് ചൂട് സഹിക്കാൻ വയ്യാതായപ്പോ ആകെ കൂടെ വിശന്നിട്ടും വയ്യ. ഈ വിശപ്പ് സഹിക്കാൻ വയ്യാതായപ്പോ എനിക്ക് കഴിക്കാൻ തോന്നുന്നത് പഴങ്കഞ്ഞിയാണ്. ഇന്നത്തെ എന്റെ സ്പെഷ്യൽ ഡിഷ് പഴങ്കഞ്ഞിയാണ്. ആ പഴങ്കഞ്ഞിയിലേക്ക് നിങ്ങളെ എല്ലാവർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ പഴങ്കഞ്ഞി കാണിച്ചു തരട്ടെ. ഞാൻ എങ്ങനെയാ കുടിക്കുന്നതെന്ന് കാണണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും. ഇതാ നമ്മളെ കൂടെ വാ പഴങ്കഞ്ഞിയിലേക്ക്. പഴങ്കഞ്ഞി ഉണ്ടാക്കാൻ പോവുകയാണ് ഗായ്സ്. നമ്മളുടെ കൂടെ പഴങ്കഞ്ഞിയിലേക്ക് സ്വാഗതം. വരൂ. പഴങ്കഞ്ഞി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും കാണാം. അതിനകത്ത് എന്തൊക്കെ ആഡ് ചെയ്യുന്നു അത് കാണുമ്പോൾ എല്ലാവരെയും വായി കൊതിയൂറും. അപ്പൊ നമുക്ക് അതിനകത്തോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരെയും കൂടെ ഈ പഴങ്കഞ്ഞി കാണിച്ചുകൊണ്ട് പഴങ്കഞ്ഞി കാണിക്കുന്നുണ്ട്. ഇനി അതിനകത്ത് എന്തെല്ലാം തൊട്ട് കഴിക്കാനുള്ള സെറ്റ് ചെയ്യാൻ പോകുന്ന പഴങ്കഞ്ഞി ഇതാണ്. ആ പഴങ്കഞ്ഞിയിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ 2-3 മുളക് എടുത്തിട്ടുണ്ട്. 3 ചെറിയ കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. ഈ കുഞ്ഞുള്ളി തൊലി കളഞ്ഞ് അതിനെ ആദ്യം തൊലി കളഞ്ഞ് കഴുകി എടുത്തിട്ട് കുഞ്ഞാക്കി അരിഞ്ഞ് നമ്മൾ ഇതിനകത്തോട്ട് ഇടണം. അത് കഴിഞ്ഞ് പച്ചമുളക് കഴുകി വൃത്തിയാക്കി നമ്മൾ ചെറിയ കൊച്ചായി അരിഞ്ഞിട്ട് ഇതിനകത്തിട്ട് തൈര് ഒഴിച്ച് ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്. ഞാൻ കഴുകി എടുത്തുകൊണ്ട് വന്ന ഉള്ളി അതിനെ ഇങ്ങനെ പൊടിയായി ഇങ്ങനെ കൊച്ചായി അരിഞ്ഞെടുക്കുക. അരിഞ്ഞിങ്ങനെ ഇതിനകത്തോട്ട് അങ്ങോട്ട് ഇട്ട് ചേർത്തിട്ട് എല്ലാം എടുത്തേക്കുന്ന കംപ്ലീറ്റ് ഉള്ളിയും കൂടെ അരിഞ്ഞെടുക്കാനുണ്ട്. അതരിഞ്ഞ് നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞ് ഇതിനകത്തോട്ട് ഇങ്ങനെ ഇടുകയാണ്. ഇങ്ങനെ അരിഞ്ഞിടണം. അത് കഴിഞ്ഞ ശേഷം അടുത്ത പരിപാടി ഞാൻ കാണിച്ചു തരാം. കഴുകി വെച്ചേക്കുന്ന മുളകെടുത്ത് കുഞ്ഞായി അരിഞ്ഞ് അതിനകത്തോട്ട് ഇടുന്നു. ഇട്ടതിന് ശേഷം 2 എടുത്താൽ മതി. 4 ഞാൻ എടുത്തു. അത്രയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എരിവ് കൂടി കഴിഞ്ഞാലേ അത് ആവശ്യത്തിന് എരിവ് ഇഷ്ടമുള്ളവർക്ക് എരിവ് കുറച്ച് കൂടുതൽ ഇടാം. എരിവ് ഇഷ്ടമില്ലെങ്കിൽ കുറച്ചിട്ടാൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഉപ്പും എടുത്തിട്ട് നമ്മുടെ തൈര് എടുത്ത് വെച്ചേക്കുന്ന തൈര് ഒഴിച്ച് നല്ലപോലെ അങ്ങോട്ട് ഒഴിച്ച് നല്ല കുലുക്കി ഒഴിക്കണം. കാരണം അത് കട്ടയാവാതെ ഇച്ചിരി അങ്ങോട്ട് തൈര് ഒഴിച്ചിട്ട് ഈ ഉപ്പും അങ്ങോട്ട് ചേർത്തിട്ട് ഇളക്കി ഒരു പിടുത്തം പിടിക്കണം. നല്ല വൃത്തിയായിട്ട് ഞാൻ അങ്ങോട്ട് ഇളക്കി എടുക്കണം. എന്നിട്ട് ഈ ചൂട് സമയത്ത് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു വിഭവമാണ്. ഇതിന് അധികം കഷ്ടപ്പാടൊന്നുമില്ല ഉണ്ടാക്കാൻ. തലേ ദിവസത്തെ ചോറ് കുറച്ചെടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കണം. മൺപാത്രത്തിൽ വെച്ചേക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതിങ്ങനെ പഴങ്കഞ്ഞി കുടിക്കാൻ തുടങ്ങുകയാണ് ഗൈസ്. എല്ലാവർക്കും വേണമെങ്കിൽ ഈ പഴങ്കഞ്ഞിയിലേക്ക് സ്വാഗതം. ബിസ്മില്ലാ. നല്ല ടേസ്റ്റാണ്. ഈ ചൂടിനെ പ്രതിരോധിക്കാൻ പറ്റിയ ഇത്രയും നല്ലൊരു ഫുഡ് വേറെ ഇല്ല. ഇന്ത്യ മഹാരാജ്യത്തില്ല. വേഗം കഴിച്ചോളി മക്കളെ. ഇന്ന് തന്നെ പോയി ചോറെടുത്ത് വെള്ളത്തിലിട്ടോളി. രാവിലെ ഈ പരിപാടി അങ്ങ് ചെയ്തിട്ട് വെറും വയറ്റിൽ അടിക്കാമെങ്കിൽ ഏറ്റവും നല്ലത്. ഈ ബംഗാളികൾക്കൊക്കെ ഈ ആരോഗ്യം എവിടുന്ന വന്നേക്കുന്നത്? ഇതാണ് അവരുടെ ഫുഡ്. അപ്പോൾ ഈ കഞ്ഞി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.